അപ്പോൾ ഇതാണ് നമ്മുടെ കഥയിലെ അടുത്ത അവതാരം, പുള്ളി. അടുത്ത അവതാരമല്ല, ഈ കഥയിൽ ഞാനാണേ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇവളെ പറ്റി പറയാനാണെങ്കിലേ, കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ, ഒരു നേരം പോലും മുടങ്ങാതെ കൃത്യമായിട്ട് ഇവളുടെ അമ്മയുടെ പാല് കുടിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ, ഈ ചോദ്യത്തിന് ഞങ്ങൾക്ക് ഉത്തരവില്ല കേട്ടോ. നല്ല രുചിയുള്ള പാല് കിട്ടിയ പിന്നെ ഞാനെന്തിനാ ഡ്രൈ ഫുഡ് കഴിക്കുന്നേ? ശരി. പിന്നെ ഇവളുടെ അമ്മ അങ്ങനെ മാറ്റിയിട്ടുണ്ടല്ലോ, 2 എണ്ണത്തിനും ഭയങ്കര ഡിപ്രഷനാണ് കേട്ടോ. ഫുഡ് കഴിക്കാതെ കിടക്കുന്നു, വിഷമിച്ച് കിടക്കുന്നു, ഏതോ സെന്റ് സിനിമയിലെ സീൻ കണ്ട പോലെ. മാറ്റിയിട്ട പിന്നെ എനിക്കിങ്ങനെ പാല് കിട്ടും? എനിക്ക് അതിന്റെ ഡിപ്രഷനാ. അതിനെന്താ, ഇപ്പൊ 2 ആളും ഒന്നിച്ചാണല്ലോ. ഇവളുടെ അമ്മമ്മയുടെ അഭിപ്രായത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള പൂച്ച ഇവളാ കേട്ടോ. അമ്മമ്മ പറയുന്നത് ഇവൾ ഐശ്വര്യ റായി ആണെന്നാ. നല്ല ഉണ്ട കണ്ണും മൂക്കും പൂടിയൊക്കെ ആയിട്ട് ഭയങ്കര സൗന്ദര്യാന്നൊക്കെയാ പറയുന്നേ. നിനക്കെന്താ അതൊരു വിശ്വാസമില്ലാത്ത പോലെ? അസൂയ, അത്ര തന്നെ. എനിക്ക് അസൂയൊന്നുമില്ലേ. പിന്നെ പൂച്ച സാറിൻ്റെ എല്ലാ ജാട ഇവ കൊണ്ട് കേട്ടോ. നമ്മൾ എടുത്താലും കുഴപ്പമില്ല, എടുത്തില്ലേലും കുഴപ്പമില്ല. ബാക്കിയുള്ളവരാണക്ക് എടുക്കെന്ന് പറയത്തൊന്നുമില്ല. പിന്നെ എപ്പോഴും എടുത്താൽ എനിക്ക് കുറച്ച് സമാധാനമൊക്കെ വേണ്ടായോ? ഞാൻ എടുക്കാനൊന്നും വരുന്നില്ല. നമുക്കിനി ഒരാളെയും കൂടെ പരിചയപ്പെടാനുണ്ട്, അത് അടുത്ത ദിവസം കാണാം. ക്ഷീണിച്ചു, ഞാൻ പോയി കുറച്ച് പാല് കുടിക്കട്ടെ. ടാറ്റാ.